നമുക്ക് അല്പസമയത്തേക്കിന് ഒരു വേദഭാഗം വായിക്കാം. कुछ देर के मनन के लिए हम वचन पढ़ेंगे. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം, लूका के सुसमाचार 12वां अध्याय, അതിന്റെ 40-ാമത്തെ വാക്യം. उसका 40वां कलम. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? हमें क्या करना है? നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആര് വരും? കർത്താവ് വരും. നമുക്കത് हम सोचते नहीं हो ऐसे समय में हमारा प्रभु आ जाएगा. മത്തായി 24-ന്റെ 36-ാമത്തെ വാക്യം കൂടെ मत्ती 24 का 36 भी हम पढ़ लें. എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. उस दिन और उस घड़ी के विषय में कोई नहीं जानता, न स्वर्ग के दूत और न पुत्र, परंतु केवल पिता. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. और उस दिन और उस घड़ी के विषय में ना तो पुत्र न स्वर्ग के दूत जानते हैं, केवल पिता परमेश्वर ही जानता है. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ ഒറ്റ വഴിയെ അവശേഷിക്കുന്നു. और इसलिए हमारे आगे केवल एक ही बात रहती है. ഏത് സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുക. किसी भी समय में हो हम तैयारी के साथ ही रहें. നമ്മളുടെ ഒരുക്കം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കും അവിടെ നഷ്ടം സംഭവിക്കും. हमारी तैयारी में अगर खामी हो जाए तो हमें उसका नुकसान भी होगा. യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യമാണ്. यीशु के वापस आने की बातों के बारे में चेलों ने जब प्रश्न पूछा तो उसका उत्तर में यीशु ने दिया, നോഹയുടെ കാലം പോലെ ആയിരിക്കും ആ കാലം. नूह के समाने के समय के हिसाब से ही होगा ये समय भी. പിന്നെ ലോത്തിന്റെ കാലം പോലെ ഇരിക്കും ആ കാലം. और लोत के दिनों के समय के हिसाब से रहेगा इन समय में भी. ഏറെക്കുറെ ആ കാലങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. और ऐसी कुछ घटनाएं तो हमारे इस समय में चलती रह रही അതുകൊണ്ട് है. നമ്മളുടെ ഒരുക്കം അധികം വർദ്ധിച്ചു और വരണം. इसलिए हमारी तैयारी और ज्यादा होनी है. ഒരുങ്ങിയില്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. और तैयार नहीं रहेंगे तो हमें नुकसान भी होगा. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? हम किसके लिए तैयार होते हैं? നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുക്കമുണ്ട്. हम घर पे काम करते तभी भी तैयारी करते हैं. ജോലിക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരുക്കമുണ്ട്. नौकरी में जाते हैं तो उसके लिए भी अलग से तैयार होते ഒരു हैं. കല്യാണത്തിന് പോവുകയാണെങ്കിൽ അതിന് വേറൊരു ഒരുക്കമുണ്ട്. एक ब्याह के लिए अगर जा रहे हैं तो उसके लिए अलग सी तैयारी रहती है. ഏത് കാര്യത്തിന് പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരുക്കം നടത്തും. किस काम के लिए हम जा रहे हैं उसके आधार में हमारी तैयारी रहती है. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെന്നുള്ളത്. हमारे जीवन में सबसे ज्यादा महत्व रखने वाली बात यही है कि प्रभु यीशु मसीह का दोबारा आगमन. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. और इससे ज्यादा महत्व रखने वाली बातें हमारे जीवन में और कोई हो ही नहीं सकता. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ താഴെ നിൽക്കുന്ന കാര്യങ്ങളാണ്. शेष सारी बातें ये विषय के नीचे ही रहता है. ഇനി ഈ യേശു വന്ന് കൂടത്തി പോയാൽ നമുക്ക് എന്താണ് പ്രയോജനം? എന്താണ് ഗുണം? अब ये प्रभु यीशु मसीह आ जाए और हम उनके साथ चले जाए तो हमें क्या लाभ या फायदा है? നമ്മൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട ജീവിതം മുൻപോട്ട് हम കൊണ്ടുപോകുകയാണ്. यहाँ पे बहुत कष्टता के साथ हमारे जीवन को आगे बढ़ा रहे हैं. ഓരോ ദിവസങ്ങളിൽ ഓരോ തരത്തിലുള്ള രോഗങ്ങൾ, एक एक दिन बढ़ते बढ़ते अलग अलग बीमारियां, ചില സമയത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ, कुछ समय आर्थिक खामी, ചില സമയത്ത് മാനസിക പീഡകൾ, कुछ समय मानसिक रूप से पीड़ना, അതിലെല്ലാം അപ്പുറമായിട്ട് പ്രകൃതിയുടെ വ്യത്യാസങ്ങൾ, इन सबसे बढ़कर प्रकृति में जो परिवर्तन होती है, പിന്നെ സുവിശേഷ വിരോധികളുടെ പീഡനങ്ങൾ, सुसमाचार के विरोध में जो सताना, ഇങ്ങനെ പലതര പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ऐसे നമുക്കുള്ളത്. कई सारे परेशानियां हमारे जीवन में होती रहती हैं. നമ്മൾ ആലോചിച്ചാൽ ഒരു സമാധാനവും കിട്ടാത്ത ജീവിതമാണ് നമുക്ക് हम മുമ്പോട്ടുള്ളത്. सोचे तो हमें कोई शांति ना मिले, ऐसे एक जीवन में आगे बढ़ रहे हैं. അപ്പോൾ ഈ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന്
ഒരു സ്വസ്ഥത നമുക്ക് വേണം. और ये अनुभव करने वाले कष्टताओं से हमें एक चैन तो चाहिए. ആ സ്വസ്ഥത യേശുക്രിസ്തുവിന്റെ വരവോടെ സംഭവിക്കും Amen. എന്ന വിശ്വാസത്തോടെയാണ് ജീവിതം മുന്നോട്ട് हम ये പോകുന്നത്. विश्वास के साथ जीवन आगे बढ़ाते हैं कि प्रभु यीशु मसीह के आगमन के साथ ही हमें ये चैन मिलेगा. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ പ്രധാനമന്ത്രിയായാൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകുമെന്ന് ആരെങ്കിലും क्या വിചാരിക്കുന്നു? हम में से कोई ये सोचता है हमारे परिवार में से कोई प्रधानमंत्री बन जाएगा तो हमें चैन मिल जाएगा? അല്ല, നമ്മുടെ ആരെങ്കിലും IAS IPS ആയിട്ട് ഈ അഹമ്മദാബാദിൽ വന്നാൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? या हमारे ही कोई रिश्तेदार से IAS या IPS बनकर अहमदाबाद में आ जाए तो हमें चैन मिलेगा? ആര് വന്നാലും നമുക്കൊരു സ്വസ്ഥതയും कोई ഉണ്ടാവുകയില്ല. भी आ जाए हमें कोई चैन ना मिलेगा. കർത്താവ് അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. प्रभु ने तो यही बातें हमसे भी कही हैं. നമ്മുടെ കർത്താവ് വരാതെ നമുക്ക് ഒരു സ്വസ്ഥതയും സ്ഥായിയായിട്ടുണ്ടാവുകയില്ല. हमारे पर में प्रभु के आगमन के अलावा स्थिर रूप से हमें किसी को कोई चैन नहीं मिलेगा. നോഹയുടെ വെള്ളപ്പൊത്തകത്തിൽ ആ പെട്ടകം ഒഴുകി നടന്നതുപോലെ നമ്മുടെ ജീവിതം ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി 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 മുൻപോട്ട് പോവുകയാണ്. नूह के दिनों में जब जल प्रलय में उसका जो नाव जो पानी के लहरों के ऊपर यूं बहता रहता था, वैसे ही आज इन सारे विषयों के ऊपर हमारा जीवन बहता जाता है. ഇത് മുങ്ങിപ്പോകാതെ തമ്പുരാൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നു. इसे डुबाए बिना हमारा प्रभु परमेश्वर हमें संभाल कर चलाता है. പലതും കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ലേ? कई बातों को देखते और सुनते तो क्या हम ये सोच नहीं लेते हैं? ഇതിന്റെ അവസാനം എന്താകും എന്ന് हम ചിന്തിക്കുന്നില്ലേ? सोचते नहीं है क्या इसका अंत कैसे होगा? അത് പെട്ടകത്തിൽ ഇരുന്ന ആൾക്കാരും അത് ചിന്തിച്ചിട്ടുണ്ട്. और उस जहाज में बैठने वाले लोगों ने भी यही അത് सोचा होगा. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു. वो तो पूरी रीत से ढका हुआ था. എന്തോരം വെള്ളം പൊങ്ങിയെന്ന് അവർക്കറിയില്ല. कितना ज्यादा पानी बढ़ा होगा वो उनको नहीं पता. എങ്ങോട്ട് ഒഴുകുന്നെന്ന് അവർക്കറിയില്ല. कहां की ओर तैर रहा है जहाज उनको नहीं മഴ पता. എപ്പ നിലയ്ക്കുമെന്നറിയുന്നില്ല. बारिश कब रुकेगा ये भी नहीं അങ്ങനെ पता. പ്രത്യേകിച്ചൊരു സാധ്യതയും കാണാതെ ആ പെട്ടകം അങ്ങനെ ഒഴുകി ऐसी പോവുകയാണ്. कोई विशेष परिस्थितियों को देखे बिना उनका जहाज बहता जा रहा है. ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ദൈവം അതിനെ കൊണ്ടുചെന്ന പർവ്വതത്തിന്റെ മുകളിൽ लेकिन ഉറപ്പിച്ചു വെച്ചു. परमेश्वर का समय आया तो परमेश्वर ने उस जहाज को पर्वत के ऊपर स्थिर बैठा दिया. അപ്പൊ എവിടെ ഉറപ്പിക്കണോ അവിടെ കർത്താവ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഉറപ്പിക്കും. कहां हमें स्थिर करना है वो देख कर परमेश्वर हमारे जीवन में समय आते ही स्थिर करेगा. നമ്മളെയൊക്കെ സമ്പൂർണമായി ആ ദിനത്തിൽ കർത്താവ് ഉറപ്പിച്ചു നിർത്തും. हमें संपूर्ण रीत से उस परिस्थिति में हमें स्थिर प्रभु करेगा. എന്നാൽ ഈ ഓളത്തിന്റെ മീതെയുള്ള യാത്രയിൽ മുങ്ങിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. लेकिन इन लहरों से भरी यात्रा में हमें डूबने का अनुमति परमेश्वर कभी ना देगा. ഈ ഓളത്തിന്റെ മീതെ യാത്രയിൽ നമ്മൾ ഒരു സ്വസ്ഥത പ്രതീക്ഷിച്ചാണ് യാത്ര इस ചെയ്യുന്നത്. लहरों के ऊपर से जब हम सफर करते हैं तो हम यही आशा रखते हैं कि हमें चैन मिलेगा. അപ്പോൾ ഈ വേദനയുടെയും കഷ്ടത്തിന്റെയും നടുവിൽ സ്തോത്രം പാടുന്നതിന്റെയും ലക്ഷ്യം അതാണ്. और इन दर्द और कष्टताओं के बीच में स्तुति के गीत गाने का लक्ष्य भी तो यही है. അല്ലാതെ ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. वरन यहाँ पे कुछ बातों को हम प्राप्त करने के लिए हम ये बातें नहीं करते हैं. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യ സ്വസ്ഥതയെ Hallelujah. കണ്ടാണ് യാത്ര. हमारा प्रभु हमारे लिए जो अनंत चैन हमारे लिए तैयार कर रहा है उसी को देखकर तो हम सफर करते हैं. ഇവിടെ ആടി ഉലഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്ക് यहाँ സംഭവിക്കാം. डगमगा जाए ऐसी बातें होंगी. പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. प्रेरित पौलुस इन बातों को कहता भी है. ഞങ്ങൾ വീണു പോകുന്നുണ്ട് പക്ഷെ മരിച്ചു പോകുന്നില്ലെന്ന് हम गिर പറയുന്നു. तो जाते हैं लेकिन मरते नहीं हैं. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി പോകുന്നു പക്ഷെ പലരെയും ഉള്ളതാക്കി ഞങ്ങൾ മാറ്റുന്നു हम എന്ന് പറയുന്നുണ്ട്. शून्यता में चले जाते हैं लेकिन कईयों को बहुतर देते भी हैं. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ തകർന്നു പോകുന്നില്ല എന്ന് हमें പറയുന്നുണ്ട്. पीड़ना मिलती है लेकिन हम हार या नाश नहीं होते. അപ്പോൾ ഈ ജീവിത യാത്രയിൽ പലതും നമുക്ക്
സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. इसलिए इस जीवन के यात्रा में कई बातें हमारे जीवन में होती हैं. വീഴുന്നുണ്ട്, അവസാനിച്ചു പോകുന്നില്ല. गिरते हैं लेकिन अंत नहीं होता. പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, തകർന്നു പോകുന്നില്ല. पीड़ना मिलती है लेकिन बिखर नहीं जाते. പലപ്പോഴും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരുന്നുണ്ട്. कई बार हमें ऐसे भी जीना पड़ता है कि हमारे पास कुछ भी नहीं. പക്ഷേ ഈ യാത്രയിൽ പലരെയും സമ്പന്നരാക്കുവാൻ നമ്മെ കൊണ്ട് लेकिन കഴിയുന്നുണ്ട്. इसी यात्रा में कईयों को भरपूरी में देने के लिए भी परमेश्वर നമ്മുടെ सहायता करता है. പ്രത്യാശയുടെ പ്രത്യേകത അതാണ്. हमारी आशा का विशेषता भी तो यही है. ദൈവം നമ്മുടെ മേലിട്ടിരിക്കുന്ന വിളി അതാണ്. परमेश्वर ने हमारे ऊपर जो बुलाहट डाला है वो भी तो यही അതോർത്ത് है. നമുക്ക് ദൈവത്തിന് സ്തോത്രം उसे ചെയ്യാം. याद करते हुए हम परमेश्वर के धन्यवाद कर ഈ पाए. എബ്രായ ലേഖനം 4-ാം അധ്യായം इब्रानी की किताब 4 अध्याय അതിന്റെ 9-ഉം 10-ഉം വാക്യം. उसका 9 और 10. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. 10-ാം വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വപ്നത്തിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിർബന്ധനായി തീർന്നു. അതുകൊണ്ട് ആരും മതി മതി മതി. जान लो कि परमेश्वर के लोगों के लिए सब्त का विश्राम बाकी है, क्योंकि जिसने उसके विश्राम में प्रवेश किया है उसने भी परमेश्वर की नाई अपने कामों को पूरा करके विश्राम किया है. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. अतः जान ले कि परमेश्वर के लोगों के लिए सबत का विश्राम बाकी है. 6 ദിവസം അധ്വാനിക്കുന്നു. 6 दिन हम परिश्रम करते हैं. 7-ാമത്തെ ദിവസം സ്വസ്ഥതയെ ആചരിക്കുന്നു. 7वें दिन में हम विश्राम भी करते हैं. ഇത് വരുവാനുള്ള സ്വസ്ഥതയുടെ നിഴലാണ്. ये आने वाले जो विश्राम के दिन की एक परछाई है. ന്യായപ്രമാണത്തിലെ ശബത്തിനെ കുറിച്ച് പറയുന്നു. न्यायियों के शब्द के दिनों के बारे में कहा गया है. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് ദിവസം ഒന്നുകൂടെ മാറി. और नए नियम में आया तो वो एक दिन और बदल गया. ന്യായപ്രമാണത്തിന് പൂർത്തീകരണം വരുത്തി യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ആഴ്ചയുടെ 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. व्यवस्था के हिसाब से यीशु को क्रूसित किया गया, मारा गया, दफनाया गया, लेकिन सप्ताह के पहले दिन वो जी उठा. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും ആ നാമത്തിൽ 1-ാം ദിവസം കൂടി और വരികയാണ്. यीशु के जी उठने के उस खुशी में ही तो सप्ताह के पहले दिन हम इकट्ठा होते हैं. പഴയ നിയമത്തിലെ സബത്ത് ആ ദിവസം മുഴുവനും പൂർണ്ണ സ്വസ്ഥത ആചരിക്കുകയാണ്. पुराने नियम के हिसाब से सबत के दिन तो पूरा दिन विश्राम करते हैं. വീട്ടുകാരൻ സ്വസ്ഥത ആചരിക്കും. घर वाले भी विश्राम करते हैं. ആ മനുഷ്യന്റെ കോമ്പൗണ്ടിലുള്ള സകല മനുഷ്യരും അവരുടെ പണിക്കാരും എല്ലാം സ്വസ്ഥത और ആചരിക്കും. उस घर के आंगन में जो कोई मेहनत करते हैं वो सारे मजदूर भी विश्राम करते हैं. കാളയും കഴുതയും എല്ലാം സ്വസ്ഥത बैल ആചരിക്കുകയാണ്. गधा सब विश्राम करते हैं. സമ്പൂർണ്ണ സ്വസ്ഥത. संपूर्ण रीत से विश्राम എന്തിനാണ്? किसके लिए? 6 ദിവസത്തെ കഷ്ടത മറന്ന് ഒന്ന് ബലപ്പെടുവാനെന്ന് വിചാരിക്കാം. 6 दिन की कष्टताओं को हटाते हुए एक दिन हम बल को प्राप्त करें. എല്ലാ മനുഷ്യന്റെയും ശരീരത്തിനൊരു സ്വസ്ഥതയുണ്ടാകട്ടെ. सारे मनुष्य के शरीर में एक विश्राम हो पाए. 6 ദിവസത്തെ ജീവിതം കൊണ്ട് ഒരുപാട് വേദനകളും മുറിവുകളും നമ്മൾ ഏറ്റുവാങ്ങുന്നവരാണ്. 6 दिन के जो परिश्रम में हम शरीर में बहुत घाव को पाते हैं. അത് കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാം. और वो परिवार में से हमें मिल जाता है. നമ്മുടെ കൂട്ടുകാരിൽ നിന്നുണ്ടായേക്കാം. हमारे मित्रों से हमें मिल जाता है. കൂടെ ജോലി ചെയ്യുന്നവരിൽ साथ നിന്നുണ്ടായേക്കാം. काम करने वालों से हमें मिल जाता है. അങ്ങനെ 6 ദിവസം കൊണ്ട് നമ്മുടെ പരിധിക്കപ്പുറം വേദനകളും മുറിവുകളും നമ്മൾ और ഏറ്റുവാങ്ങും. इसलिए 6 दिनों में हमारे सीमा से बढ़कर हम ज्यादा घाव और सतावा अनुभव करते हैं. നമ്മുടെ ഹൃദയം വേദന കൊണ്ട് തിങ്ങി നിറയുകയായിരിക്കും. हमारा हृदय दर्द से भर गया होता है. നമ്മൾ ആരോട് പറയും? हम നമ്മൾ किससे ആരോട് പറയും? कहेंगे? ആരോട് പറയാൻ പറ്റും? किससे कह पाएंगे? വീട്ടിൽ പറയാൻ പറ്റുമോ? घर वालों से कह सकते हैं. മക്കളോട് പറയാൻ പറ്റുമോ? बच्चों से कह सकते हैं. ഭർത്താവിനോട് പറയാൻ पति പറ്റുമോ? से कह सकते हैं. മേളത്തെ ഉദ്യോഗസ്ഥനോട് പറയാൻ പറ്റുമോ? ऊपर के हमारे मालिक से कह सकते അല്ല हैं. താഴെയുള്ള ഉദ്യോഗസ്ഥനോട് या പറയാൻ नीचे പറ്റുമോ? के लोगों से कह सकते हैं. നെയ്ബേഴ്സിനോട് പറയാൻ പറ്റുമോ? मजदूरों से कह सकते हैं क्या? ഇതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ये विषय तो हम किसी से कुछ नहीं कह सकते. അത് പറഞ്ഞു പോയാൽ നമ്മുടെ മേൽ ദോഷം ആരോപിക്കുകയേ ഉള്ളൂ. यदि हम अगर कह भी दे तो
तो हमारे ऊपर ही आरोप लग जाएगा। നിന്റെ കുഴപ്പം കണ്ട അങ്ങനെ ഉണ്ടായെന്ന് അവര് പറയുള്ളൂ. तेरे ही वजह से ये सारी बातें हुई हैं। എന്നാൽ ഈ ഏറ്റുവാങ്ങുന്നതിനെല്ലാം ഒരു സമാധാനം നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാണ്. लेकिन ये सारी बातों को प्राप्त कर शांति या विश्राम तो केवल परमेश्वर के सन्निधि में ही है। നമ്മുടെ ആത്മാവിനും ശരീരത്തിനും സ്വസ്ഥതയുണ്ടാകുവാൻ ദൈവം ഒരു ദിവസം നമുക്കായി വേർതിരിച്ചു हमारे തന്നിരിക്കുകയാണ്. आत्मा और हमारे शरीर को विश्राम मिल पाए इसलिए परमेश्वर ने एक दिन हमारे लिए अलग रखा है। അതിലുപരിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്ദിയോടെ ഓർക്കുവാനും കൂടെ അവസരം. उससे बढ़कर परमेश्वर को धन्यवाद और महिमा करने का एक अवसर। എല്ലാവരും പറയുന്ന ഒരു കാര്യം, सभी लोग कहने वाले एक बात, അവിടെ പോയി 2.5 മണിക്കൂർ ഇരുന്നാൽ എന്റെ മനസ്സിനൊരു സ്വസ്ഥതയായി. वहां बैठ जाए 1.5 घंटा तो मेरे मन में एक चैन मिलता है, शांति मिलता है। അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത എവിടെ കിട്ടും? हमारे मनों को चैन कहाँ मिलता है? അത് കിട്ടുന്നത് ദൈവസന്നിധിയാണ്. वो तो परमेश्वर के सन्निधि में ही मिलता മനുഷ്യനെ है। സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് ഈ കാര്യം അറിയാം. मनुष्य की रचना करे उससे पहले ही प्रभु ये जानता था। ആദ്യ സമയം നമ്മൾ നോക്കിക്കേ, आदि के दिनों को देख ले, എല്ലാ ദിവസവും വൈകുന്നേരം ദൈവവും മനുഷ്യനുമായിട്ട് സമ്മേളിക്കുകയാണ്. हर दिन सांझ होते ही मनुष्य और परमेश्वर के बीच में एक रिश्ता बनता था। അവിടെ ഒരു സ്വസ്ഥതക്കേടും वहाँ ഉണ്ടായിരുന്നില്ല. कभी भी कोई बेचैनी नहीं होता അതുകൊണ്ട് था। നമ്മുടെ എല്ലാ ദിവസത്തിലും നമുക്ക് ദൈവവുമായിട്ടൊരു സമ്മേളനം ഉണ്ടാകണം. इसलिए हमारे जीवन में भी दिन प्रतिदिन हर दिन परमेश्वर के साथ एक रिश्ता बांधना है। ഇവിടെ ഇരിക്കുന്ന അല്പസമയത്തെ സ്വസ്ഥത, यहाँ बैठने वाली कुछ क्षणों का जो चैन, നിങ്ങളുടെ വേദനകൾ നിങ്ങളിൽ എത്ര പേർ ഇവിടെ വരുമ്പോൾ മറന്നു പോകുന്നവരുണ്ട്? तुम्हारे अंदर जो दर्द है परमेश्वर के सन्निधि में आकर भूल जाए ऐसे कितने लोग हैं? എന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ ദൈവസന്നിധിയിൽ ഇറക്കും എന്ന് പറഞ്ഞ് വന്നവർ നിങ്ങളിൽ എത്ര പേരുണ്ട്? मैं आऊंगा परमेश्वर के सन्निधि में मेरे दर्दों को मार दूंगा या रख दूंगा, कितने लोग कहते हैं? യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ എന്നാണ് പറഞ്ഞത്. यीशु तो ये कहता है जो मेहनत करते परिश्रम करते बोझ उठाते तुम मेरे पास आ जाओ। ചില മിനിറ്റുകൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ നാം സ്വസ്ഥത അനുഭവിക്കുന്നു. कुछ क्षण कुछ मिनट हम प्रार्थना करते तो क्या चैन प्राप्त करते हैं? ഈ സ്വസ്ഥത എന്ന് പറയുന്നത് ये जो चैन कहे तो നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന നിത്യമായ സ്വസ്ഥതയുടെ Amen. ഒരു നിഴലായിട്ട് കണക്ക് കൂട്ടിക്കൊള്ളുക. हमारे लिए जो अनंतता में हमारा चैन का दिन रखा गया है उसके साथ एक परछाई रूपी देख ले। മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. और एक बात हम देखते हैं, നമ്മുടെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിച്ചു. हमारी गिनती के हिसाब से शुक्रवार को यीशु को क्रूसित किया गया അടുത്ത ദിവസം ശബത്താകയാൽ और उसके दूसरा दिन शबत होने की ആ वजह से പ്രിയ സഹോദരിമാരൊക്കെ സ്വസ്ഥമായിട്ടിരുന്നു എന്നാണ് वो എഴുതിയിരിക്കുന്നത്. बहनें सब विश्राम में या चैन में बैठे लिखा है। അപ്പോൾ ആ ഒരു ദിവസം അവർ സ്വസ്ഥത ആചരിച്ചു. उस एक दिन में उन्होंने चैन या विश्राम पाया। ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. सप्ताह के पहले दिन ही प्रातःकाल में वो कब्र के पास पहुंचते हैं। അവിടെ ചെന്നപ്പോൾ അതിലും കൂടുതൽ വലിയ കാര്യങ്ങൾ അവർ वहां കാണുകയാണ്. गए तो उससे भी बड़े बातों को वो देख जाते हैं। പണ്ട് കാലത്തെ നമ്മുടെയൊക്കെ സ്വസ്ഥത എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? पहले दिनों में हमारी चैन कैसे होती थी? നമ്മൾ ഞായറാഴ്ച ഒരുമിച്ച് വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. हम रविवार को इकट्ठा होते ताकि एक साथ आराधना करें, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. परमेश्वर की महिमा करने आते हैं, നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുവാനാണ്. हमारे दुख को बांटने के लिए आते हैं। പണ്ടത്തെ ആരാധനകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. पहले दिनों की आराधनाओं को जरा स्मरण कर ले। ഇപ്പോൾ കാലം മാറിപ്പോയി. अब तो समय बदल गया, സമയം വേഗത്തിൽ പോകുന്നെന്ന് समय ആൾക്കാർ शीघ्र പറയുന്നത്. जा रहा है लोग कहते हैं। അത് വെറുതെ वो പറയുന്നതാ. तो व्यर्थ में कहते हैं। നമ്മുടെ ക്ലോക്കിന് ഇന്ന് വരെ സ്പീഡ് കൂടിയിട്ടില്ല. हमारे क्लॉक या घड़ी में आज भी कोई स्पीड नहीं बढ़ा। എവിടെയെങ്കിലും ക്ലോക്കിന് സ്പീഡ് കൂടിയെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? कहीं पे भी क्या हमने सुना है कि घड़ी की रफ्तार तेज हो गई പിന്നെ है? നമ്മൾ വെറുതെ പറയുന്ന സമയം എന്ത് ചെയ്യുക, വേഗത്തിൽ പോകുക എന്നാ हम तो यूं പറയുന്നത്. ही कहते हैं कि समय शीघ्र जा रहा है, എങ്ങോട്ടും വേഗത്തിൽ പോകുന്നില്ല. कहीं भी शीघ्र से नहीं जाता। ആ സമയത്തിന്റെ സ്പീഡിനേക്കാൾ കൂടിയ വേഗതയിൽ നമ്മൾ പോകുന്നത് കൊണ്ട് उस പറയുന്ന समय കാര്യമാണ്. की शीघ्रता से ज्यादा शीघ्रता में हम जाते हैं, वो तकलीफ है। ഇന്ന് രാവിലെ 8 മണിക്ക് സൺഡേ സ്കൂൾ തുടങ്ങും.
सुबह 8 बजे संडे स्कूल शुरू होता है, 9-9:30 അത് തീരും. 9 बजे के आसपास खत्म होता है, ആ സഭായോഗം 2 മണിയാകുമ്പോഴാണ് और തീരുന്നത്. सभा 2 बजे खत्म होता है, അവിടെ ഒരു കട്ടൻ കാപ്പിയും കാന്താരിയും കപ്പയും കഴിക്കും. और उस समय वहां पे एक मिर्ची का टुकड़ा और जो कप्पा है वो खाते हैं. അതിനുശേഷം കവലയ്ക്ക് എവിടെയെങ്കിലും പോയി തമ്പേറടിച്ച് പാട്ടുപാടി ഒരു പരസ്യയോഗം നടത്തി വീട്ടിൽ ചെല്ലുമ്പോ മണി 5. और उसके बाद वहां के सभा के लोग जाते हैं बाजार में, एक तंबू बांधकर सुसमाचार बांटते हैं. घर पहुंचते पहुंचते 5 बज जाता था. വീട്ടിൽ പശുവുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്. घर पे तो भेड़ बकरी गाय सब मुर्गी सब हैं. അതിനൊരു ദിവസത്തേന് വേണ്ടതെല്ലാം രാവിലെ കൊടുത്തിട്ടാ വരുന്നേ. उसको जो कुछ चाहिए वो सारी बातें सुबह ही देकर आ जाते थे. ആ കാളയ്ക്കും ആടിനും എല്ലാം ഇന്ന് ഞായറാഴ്ചയാണെന്ന് അറിയുകയും ചെയ്യാം. और वो भेड़ बकरी सबको पता भी था आज रविवार है. ബാക്കി എല്ലാ ദിവസവും ഇതുങ്ങൾ അവിടെ കാറിക്കൊണ്ടിരിക്കും. और बाकी के सारे दिन ये लोग रोते रहते हैं. എന്നാൽ ഞായറാഴ്ച ഇവര് തിരിച്ചു വരുന്നിടം വരെ അത് കൂടിനകത്ത് മിണ്ടാതെ लेकिन ഇരുന്നു. रविवार को जब तक भाई साहब वापस ना आए तब तक मौन घोंसले में बैठते हैं. അന്നത്തെ വീടുകൾക്കൊന്നും നല്ല വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. उन दिनों में घरों में अच्छे द्वार नहीं होते थे. ഇങ്ങനെ പിടിച്ച് തള്ളിയാൽ ഒടിഞ്ഞു പോകുന്ന കനം കുറഞ്ഞ ചെറ്റയായിരുന്നു, മറയായിരുന്നു. ऐसे धकेल दो तो टूट जाए ऐसे दरवाजे थे. നാരിയലിന്റെ പത്തയം കൊണ്ട് ഉണ്ടാക്കിയ ഡോറ്. नारियल के पत्तों से बनाया गया द्वार, അതിനെ ഒരു കയറ് കെട്ടും. उसको एक रस्सी बांधते हैं എന്നിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ബാറും വെക്കും. और ऐसे एक लंबा छड़ी भी रख देते हैं. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചേച്ച് ഇങ്ങനെ തിരിച്ചു വെക്കും. ऐसे खींचकर घुमा देते थे. അതായിരുന്നു പണ്ടത്തെ ലോക്ക് എന്ന് और उन പറയുന്നത്. दिनों का ताला वही था. ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഇട്ടിട്ട് പോകാൻ ആർക്കും ഒരു ഭയം उस ഉണ്ടായില്ല. घर में जो कुछ था उन दिनों में वो रख कर सभा जाने किसी को डर नहीं लगता था. ഇന്ന് 12 ലോക്കുള്ള ഡോറ് വെച്ചാലും ആൾക്കാർക്ക് പോകാൻ പേടിയാ. आज तो 12 ताला रखने वाले दरवाजों को रख ले तो भी छोड़ कर आने में डर लगता है. ഒരു വാതിലുമില്ലാതെ ഇരുന്നപ്പോൾ ഒരു ഭയവുമില്ലാതെ ഇരുന്നു. उन दिनों में कोई द्वार नहीं था, कोई भय भी नहीं था. സാഹചര്യം മാറിയപ്പോൾ ആൾക്കാർക്ക് ഭയമുണ്ടായി अब തുടങ്ങി. परिस्थितियां बदली तो लोगों को में भय आ गया. അന്ന് ഭയമില്ലാതിരുന്നതിനൊരു രഹസ്യമുണ്ട്. उन दिनों में भय नहीं था, उसके पीछे की एक रहस्य की बात है. ഞങ്ങൾ സഭായോഗത്തിന് പോകുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ അത് അവിടെ കിടന്നോളും, ഞങ്ങൾ പറന്നു हम പോകും. ये विश्वास करते थे कि हम कलीसिया में सभा में जाए और उस समय प्रभु आ गए, हम चले जाएंगे, ये सारी बातें यहीं रह जाएगी. ഇന്ന് പോകുന്നതിനേക്കുള്ള ഒരുക്കവും ചിന്തയും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കാര്യത്തെ आज ചിന്തിക്കുകയാണ്. जाने की तैयारी हम सोचते नहीं है, इसलिए यहाँ की बातों में हम व्याकुल रहते हैं. എങ്ങനെയുണ്ട് നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നമ്മുടെ ഒരുക്കം. क्यों, कैसी है हमारी तैयारी, ये जानकर कर समय कब होगा हमें नहीं पता. യേശു പറഞ്ഞത് എങ്ങനെയിരിക്കും? കള്ളൻ വരുന്നത് പോലെ ഇരിക്കുമെന്നാ പറഞ്ഞത്. यीशु कहता है कि चोर आएगा ऐसा होगा परमेश्वर का आगमन, प्रभु का आगमन. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ലൂക്കോസ് 12:40. और लूका 22 का 12 का 40 में जिस समान लिखा है कि तुम्हें घड़ी सब पता नहीं कि प्रभु कब आएगा. ഡേറ്റ് അറിയത്തില്ല, तारीख नहीं पता, ദിവസം അറിയത്തില്ല, दिन नहीं पता, എത്ര മണിക്കൂറിലാ വരുന്നതെന്നും അറിയത്തില്ല. कौन से पहर में आएगा वो भी नहीं पता. ഇതിലെ പോകുന്ന ട്രെയിനിന്റെ സമയം മൊബൈലിനകത്ത് നോക്കിയാൽ എപ്പോ यहाँ വരും, എപ്പോ जाने പോകുമെന്ന് वाली അറിയാം. ट्रेन के बारे में मोबाइल में देखे तो पता होता है कौन से समय आएगा, ഏത് സ്റ്റേഷൻ വരെ എത്തിയെന്നറിയാം. कौन से स्टेशन पहुंचा ये भी पता है, അത് ക്യാൻസൽ ആയെങ്കിൽ അതും അറിയാം. और वो कैंसिल रद्द हो गया तो भी पता പക്ഷേ है. ഏതിനകത്ത് നോക്കിയാൽ കർത്താവിന്റെ വരവ് നമുക്ക് തിരിച്ചറിയും. लेकिन किस में देखकर हमें पता चलेगा परमेश्वर का आगमन कब है. ചില സൂചനകൾ തന്നിരിക്കുന്നു. केवल कुछ सूचनाएं या चिन्ह दिए हैं. നോഹയുടെ കാലം പോലെ അത് സംഭവിക്കും. नूह के दिनों के समान होगा, ലോത്തിന്റെ കാലം പോലെ അത് സംഭവിക്കും. लोत के दिनों के समान ये होगा. ആ രണ്ടുപേരുടെയും കാലത്ത് മനുഷ്യർക്കൊരു സ്വസ്ഥതയുമില്ലാത്ത वो കാലമായിരുന്നു. दोनों मनुष्य के दिनों में लोगों में चैन नहीं था. അടുത്ത നിമിഷത്തിൽ ആർക്കെന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു മുമ്പോട്ട് अगले പോകുകയാണ്. क्षण किसको क्या होगा पता नहीं, ऐसी घड़ी में हम गुजर रहे हैं. നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ലേ? हम तो ये भी सोच लेते हैं कि क्या मेरे मन का चैन खो गया है. എന്നാൽ കർത്താവ് പറയുന്ന ഈ ഒരു കാര്യം, लेकिन प्रभु कहने वाला एक बात, ഞാൻ നിങ്ങൾക്കൊരു നിത്യമായ സ്വസ്ഥത തരുവാൻ നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകുന്നു. मैं तुम्हें अनंत विश्राम देने के लिए तुम्हें लेकर जाऊंगा. നമ്മുടെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ हमारे सबके बर्थ सर्टिफिकेट को देख ले तो ജനിച്ച വർഷമുണ്ട്, जन्म लिए हुए साल हैं, അവര് പിന്നെ എന്നാ ഉണ്ട് അതിനകത്ത്? സമയമുണ്ട്. അറിയത്തില്ല, സമയമുണ്ടോ? ഉണ്ട്, ആ, समय है, സമയമുണ്ട്. പക്ഷേ ജനിച്ച മണിക്കൂറും
സെക്കൻഡും ഒന്നും അതിനകത്ത് എഴുതാറില്ല. लेकिन जन्म लिया वो सेकंड क्या है वो नहीं लिखते. ആ ദിവസവും ഒക്കെ വേണമെങ്കിൽ ഒന്ന് दिन എഴുതിയേക്കുമായിരിക്കും. तारीख चाहिए तो लिख देंगे. ആ അപ്പന്റെ പേര്, അമ്മയുടെ പേര്. पिता का नाम, माता का नाम. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ജനിച്ച മണിക്കൂർ ഏതാന്ന് ചോദിച്ചാൽ ആർക്ക് കൃത്യം പറയാൻ പറ്റും? यहाँ पे तुम बैठे हो, कौन से घंटे में तुमने जन्म लिया जानना हो तो क्या बोल पाओगे? ചിലപ്പോ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്കുമായിരിക്കും. अब के जमाने के लोग कह देंगे. എന്നാൽ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ लेकिन पुराने दिनों के बहनों को, माताओं को पूछे तो അവരൊരു കാര്യം പറയും. वो एक बात कहेंगे. മണിമലയാറ്റിൽ വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകിയപ്പോഴാണ് ഞാൻ ഉണ്ടായെന്ന് പറയും. और कोई तो एक जगह में पानी बहा और बाढ़ आया, उस समय में मैं जन्म ली थी. അതല്ലെങ്കിൽ വേറൊരു കാര്യം പറയും. या दूसरी एक बात कहेंगे. അന്ന് ആ മഴയും കാറ്റും ഉണ്ടായപ്പോൾ പ്ലാവ് ഒടിഞ്ഞു പോയ ദിവസമാണെന്ന് പറയും. उस दिन जब आंधी तूफान हुई थी और कटहल का पेड़ टूट कर गिरा था, उस दिन मैं जन्म लिया. പ്ലാവ് ഒടിഞ്ഞു വീഴുന്നത് കണ്ടിട്ടാണ് ഞാൻ പ്രസവിക്കാൻ ആശുപത്രി പോയെന്ന് എന്റെ क्योंकि കൊച്ചിനെ. वो कटहल का पेड़ टूट कर गिरते हुए देखते हुए मैं अस्पताल के लिए गई थी, ये कहेंगे. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. यही सारी बातें हम कह पाएंगे. പക്ഷെ ഇവിടെ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് സമയവും സെക്കൻഡും ദിവസവും ഇല്ല. लेकिन यीशु के आगमन, दूसरे आगमन के बारे में समय और सेकंड नहीं लिखा है. കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. चोर रात को जिस समान आता है वैसे ही. അതിന്റെ താഴെ യേശു പറയുന്നത്, उसके नीचे यीशु कहता है, കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുമെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നെങ്കിൽ, यदि मालिक को पता होता चोर इस दिन इस समय आता है, आने वाला है, तो വീട് തുറക്കുവാൻ അവൻ അനുവദിക്കാതെ അവിടെ കാവലിരുന്നേനെ. द्वार खोल ना पाए, ऐसे वो चौकस रहता. അപ്പം വരുന്ന നാഴിക അറിയില്ല. आने वाला पहर नहीं पता, അതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങും. इसलिए घर पे वो सोएगा. പക്ഷെ ഉറങ്ങുമ്പോൾ ഒരു വിചാരം മനസ്സിലുണ്ട്. लेकिन सोते वक्त भी विचार एक है मन കള്ളൻ में. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കയറാം. चोर तो कभी भी घर पे आ सकता है. അതുകൊണ്ട് അസാധാരണമായ ഒരു ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കും. इसलिए असाधारण एक आवाज सुने तो भी तुरंत वो उठ जाएगा ലൈറ്റ് തെളിച്ചിട്ട് ടെറസിന്റെ മോളിൽ കയറും. और लाइट चलाएगा और टेरेस के ऊपर എന്നിട്ട് जाएगा, നാല് സൈഡിലേക്ക് നോക്കും. चारों ओर देखेगा കള്ളൻ ഏതു വഴി വരുന്നെന്ന്. चोर कौन सी दिशा से आ रहा है. സാധാരണ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. साधारण ऐसे ही तो हम करते അപ്പോൾ हैं. കർത്താവിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുന്നവർ, लेकिन प्रभु की विश्राम के लिए जो आशा रखते हैं, ഉണർന്നാലും ഉറങ്ങിയാലും जागे हो या सोए हुए हो, ഏതു സമയം കാഹളം കേൾക്കുന്നു എന്ന ജാഗ്രത ഹൃദയത്തിൽ किसी ഉണ്ടാവണം. भी समय में तुरही फूका जाएगा, उसको सुनना है, जागृति के साथ रहना है. രാത്രിയിലാണെങ്കിലും रात को तो भी, പകലാണെങ്കിലും सुबह तो भी, അതിനെ കുറിച്ചുള്ള ജാഗ്രത നമ്മുടെ उसके ഹൃദയത്തിനകത്തുണ്ടാകണം. बारे में एक जागृति हमारे दिलों में होना है. അസാധാരണമായ ഒരു കാര്യമുണ്ടായാൽ അത് തിരിച്ചറിയുവാൻ കഴിയുന്ന ബോധം നമുക്ക് ഉറക്കത്തിലും ഉണ്ടാകണം. असाधारण रूप से कोई घटना हुआ तो उसको परख जाए, उसका एक समझ में होना है. അത് ഒരുക്കത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. वो तो तैयारी के ऊपर निर्मित है. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവന്റെ ഹൃദയത്തിൽ കാഹളത്തിന്റെ ശബ്ദമെന്ന और ചിന്തയാണ്. इसके लिए जो तैयार रहते हैं उसके कानों में तुरही का आवाज सुनाई देगा. അതുകൊണ്ട് നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. और इसलिए घड़ी और पहर नहीं जानते, इसलिए मैं तैयार रहना होगा. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം और ശേഷിച്ചിരിക്കുന്നു. इसलिए परमेश्वर के लोगों के लिए एक सबत का विश्राम का दिन रखा गया है. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നെന്ന പോലെ परमेश्वर अपने कार्यों के समान അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും उसके विश्राम में जो प्रवेश किया वो തന്റെ പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. और अपने ही कार्यों में परिपूर्ण हो जाएगा. ആ നല്ല ദിവസത്തിനായി പ്രത്യാശയോടെ നമുക്ക് उस अच्छे കാത്തിരിക്കാം. दिन के लिए हम आशा के साथ बाट जोएं. നമ്മുടെ ഒരുക്കം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. हमारी तैयारी एक और बार बढ़ जाए. മടങ്ങി വരവിന്റെ പ്രത്യാശ ഒന്നുകൂടെ നമ്മുടെ അകത്ത് വർദ്ധിച്ചു വരട്ടെ. आगमन की आशा में एक और बार बढ़ती जाए. ഈ ലോകത്തിൽ സ്വസ്ഥതക്കേട് നമുക്ക് വർദ്ധിച്ചു इस വരികയാണ്. संसार में बेचैनी बढ़ती जा रही ആ നല്ല है, ദിവസത്തിനായിട്ട് ഒരുങ്ങാം. लेकिन उस दिन के लिए हम तैयार रहे. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ इन അനുഗ്രഹിക്കട്ടെ. बच्चों के द्वारा प्रभु में आशीष